കോഴിക്കോട് എലത്തൂരിൽ ട്രെയിൻ തീവെപ്പുണ്ടായ വിവരം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം വലിയ സുരക്ഷ ഒരുക്കുമെന്നൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ. ഒരു സുരക്ഷയും റെയിൽവേ ഒരുക്കിയില്ല. ഒരു വാഗ്ദാനവും റെയിൽവേ പാലിച്ചില്ല. അതെല്ലാം വെറും വാഗ്ദാനങ്ങളായിരുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. പെട്രോളായിരുന്നു അന്നെടുത്ത് ഈ തീവണ്ടി കത്തിക്കാൻ ഉപയോഗിച്ചത്. പെട്രോളുമായിട്ട് തീവണ്ടിയിൽ കയറാൻ പാടില്ല. ഈ അത്തരം ഹസാർഡസ് ആയ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും, കുറ്റവും ചുമത്തും, ജയിലിൽ കിടക്കുമെന്നാണ് റെയിൽവേ ആക്ടിൽ പറയുന്നത്. പക്ഷെ ആര് പരിശോധിക്കാൻ? ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിൽ കയറുന്ന സമയത്ത് പരിശോധിക്കണം, ഇല്ലെങ്കിൽ തീവണ്ടിക്കുള്ളിൽ കയറുമ്പോൾ പരിശോധിക്കണം. പെട്രോളിന് പകരം കരിങ്ങാലി വെള്ളവും മദ്യക്കുപ്പിയിൽ കട്ടൻ ചായയുമായി ഞങ്ങളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ട്രെയിനിൽ കയറി. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ സെൻട്രൽ സ്റ്റേഷൻ വരെ ഇന്ന് പുലർച്ചെ യാത്ര ചെയ്തപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനയും, അത് റെയിൽവേ സ്റ്റേഷനിലാവട്ടെ, അത് കമ്പാർട്ട്മെന്റിലാവട്ടെ, പുറത്തിറങ്ങുമ്പോഴാവട്ടെ ഒരിടത്തും കണ്ടില്ല. ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. കുടിവെള്ളമാണ് ഇനി നമ്മൾ ഇനി കൊണ്ടുപോകുന്നത്. ഇതുമായി ട്രെയിനിൽ കയറുകയാണ്. എത്രത്തോളം എവിടെ നിന്നൊക്കെ പരിശോധന വരുമെന്നാണ് നമ്മൾ ഇനി കണ്ടറിയാൻ പോകുന്നത്. ഞാൻ ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ട്രെയിനിൽ കയറുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം പുലർച്ചെ 2:40. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സെൻട്രൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രെയിൻ വരിക. നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകാൻ പോകുന്നത്. ഒന്നേകാൽ മണിക്കൂറിലെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു TTR ഒരു റെയിൽവേ പോലീസോ നമ്മളെ പരിശോധിക്കാനോ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ പക്കലുള്ള ഈ വെള്ളം അത് എന്താണെന്ന് പരിശോധിക്കാൻ പോലും പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒരു പോലീസുകാരെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. റെയിൽവേ യാത്ര എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഈ യാത്രയിലൂടെ തന്നെ നമ്മൾക്ക് വ്യക്തമാകുന്നതാണ്. അശ്വഷ് ദേവദാസിനും ശ്രീലാലിനുമൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. നമ്മൾ എന്ത് വിശ്വസിച്ച് യാത്ര ചെയ്യും എന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും ഒരു പരിശോധന വേണ്ടേ?